ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കും. അതുപോലെ ഒന്നും നാമിക കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇപ്പൊ കിടന്നങ്ങ് കണ്ടമാനം പ്രാർത്ഥിക്കുക, എങ്ങനെയും ഇതൊന്ന്. അന്ന് പ്രാർത്ഥിച്ചത് എങ്ങനെയും 10 സെന്റ് സ്ഥലം കുടിക്കാതെ ഒന്ന് വാങ്ങണം. ഇപ്പോൾ 19 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എങ്ങനെയും ആ 10 സെന്റ് ഒന്ന്, 10 അല്ല ഏക്കർ കണക്കിനൊക്കെ ഉണ്ട്. എല്ലാം പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. എന്നാൽ ഈ 2, 3, 5 ഏക്കർ ഉള്ളവൻ എന്നാൽ കൂടെ ആരാധിക്കുന്ന സഹോദരന് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കുക. അവനെങ്ങനെ അടുത്ത താമസിക്കുന്ന വിഷയം വെച്ച് പ്രവാചകനെ വരുത്തി പ്രാർത്ഥിക്കുക, തുരത്തി ഓടിക്കാൻ. എന്നാൽ ഇത് ആർക്കെങ്കിലും ഒരു 5 സെന്റ് കൊടുക്കേ, ഇഷ്ടം പോലെ ഇല്ലയോ? ഉരുണ്ട് വീണിയാത്ത ഇത് ആർക്കിരിക്കും? അവസാനം വരാൻ പോകുന്ന ഭവിഷ്യത്തോടെ പറയാം. അവസാനം ഇങ്ങോട്ട് വന്നിട്ട് കിട്ടുന്ന വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കും. കിട്ടുന്നവൻ മേടിക്കുന്നവൻ രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ അന്യാരാധനയായിരിക്കും നീ ആ പാർത്ത തലത്ത് വെളിപ്പെടുന്നത്. ഇപ്പൊ എനിക്ക് അത്രോ പറയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് 2, 3, 4 ഏക്കർ ഉണ്ടെങ്കിൽ 10 ദയ്യമക്കൾക്ക് 5 സെന്റ് സ്ഥലം കൊടുത്ത് അതുങ്ങൾ അവിടെ നിന്ന് ചെറിയ വീടുമൊക്കെ വെച്ച്, ഇപ്പൊ ഗവൺമെന്റ് വീടുമൊക്കെ വെക്കാൻ സാഹചര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് തമ്പാരടിച്ച് പാട്ടുമൊക്കെ പാടി ഒന്നുമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തരുതോ? ആരോട് പറയാനാ? ഇപ്പൊ നിങ്ങൾക്കൊരു ചിന്ത മിക്കവാറും പോയാൽ കൊള്ളാന്നുണ്ട്. എഴുന്നേറ്റെങ്ങാനും പോയാൽ ഇന്ന് വിടുകയല്ല, എഴുന്നേറ്റ് പോയാൽ സൂക്ഷം ഞാൻ പുറകെ വന്ന് പ്രസംഗിച്ചിരിക്കും. മോനെ കോഡ്ലെസ്സൂടെ തരണേ, പുറകെ വഴി വരെ പ്രസംഗിച്ച് കൊടുത്തേച്ച് ഞാൻ തിരിച്ചിഞ്ഞ് വരും. നിങ്ങൾ അന്നേരം വിളിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട, ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വാ. സഭയ്ക്കകത്ത് യേശുവിന് വരാൻ പറ്റുന്നില്ല, കാരണം സഭയ്ക്കകത്ത് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. എന്റെ പ്രിയരെ, ഒരു കാര്യം പറയാം, സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിച്ചോണം. അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്, വഴക്കൊന്നും ഉണ്ടാക്കരുത്, പിണങ്ങിയിരിക്കരുത്, വാക്കേറ്റം ഉണ്ടാക്കരുത്. ചില വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറിയേക്കണം. ചിലയിടത്ത് മൗനമായിട്ടിരുന്നോണം, നിനക്കൊരു ദോഷവും വരികയില്ല. അപ്പൊ ഈ സഭയ്ക്കകത്ത് കർത്താവിന് വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, നിക്കലോവി ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവര് സഭയ്ക്കകത്ത് കയറി. ഇസബേലിന്റെ ആൾക്കാര്, താൻ പ്രവാചകൻ എന്നും പറഞ്ഞു നടക്കുന്ന ഇസബേല്, വിശുദ്ധന്മാരെ തെറ്റിച്ച് കളയുന്ന ഇസബേലി ശക്തികൾ, പിന്നെ സാത്താന്റെ പള്ളിക്കാര്, അത് ഈ പള്ളിക്കകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ദൈവസ്നേഹമില്ല, കർത്താവ് സഭയ്ക്ക് പുറത്താണ്. അപ്പൊ പുറത്ത് നിന്ന് യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് യേശു മുട്ടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നെങ്കിൽ യേശു നിന്റെ ഉള്ളിലേക്ക് വരും. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ആട്ടെ, 3-4 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയാണ്. ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിട, മഹോദരവത്തിൽ കൂടെ സഭ പോകത്തില്ല. തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിക്കത്തില്ല. ക്രോധം കടന്നു പോകുവോളം അവൻ സൂക്ഷിച്ച് ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് മഹത്വം. തെസ്സലോനിക്ക ലേഖനത്തിൽ വാക്യം, ദൈവം നമ്മെ കോപത്തിന് കൊടുക്കത്തില്ല, കോപത്തിനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ കാണാൻ വേണ്ടിയാ. ശത്രുവിന്റെ കയ്യിൽ ദൈവം തന്റെ സഭയെ കൊടുക്കത്തില്ല. ആട്ടെ, 5-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്, ആമേൻ 5-ാം അധ്യായത്തിൽ വിഷയം ഭൂമിയുടെ വീണ്ടെടുപ്പാണ്. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനെ പരാമർശിക്കുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ശാപം ഉണ്ടായത് ആദ്യ മാതാപിതാക്കളാകുന്ന ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കുക, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് കൽപ്പനാലംഘനം നടത്തി ആ വിഷയത്തിൽ ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലമില്ല. അതുകൊണ്ട് വിശുദ്ധ നാട് കാണാനായിട്ട് ആരും പോകരുത്. നാട് കാണാൻ പോകണം, വിശുദ്ധ നാട് കാണാൻ ആ പ്രയോഗത്തിന് ആ ഭാഗത. നാട് കാണാൻ കാശുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, നാട് കാണാൻ പോകുന്ന നല്ലതാ. ഒക്കുന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് വിശുദ്ധ നാട് കാണാനല്ല. ഈ ഭൂമിയിൽ ഒരു സ്ഥലവും വിശുദ്ധമല്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമിയുടെ ശാപം മാറ്റി ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന വിഷയമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. വേദപുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, 5-ാം അധ്യായം ഭൂമിയുടെ